ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മജീഷ്യൻസിൻ്റെ പട്ടികയിലുള്ളവരാണ്, മോസ്റ്റ് സീനിയർ ആൾക്കാർ. ഇംപ്രസ് ചെയ്തവരൊക്കെയാണ്. ആ സമയത്ത് അതായിരുന്നു ശരിയെന്ന് തോന്നി എനിക്ക്. അതൊരു പക്ഷെ മെൻ്റലിസ്റ്റ് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഒരു ആധീന കുറച്ചാൾ അറിയുന്നുണ്ടെങ്കിൽ സന്തോഷം. ഇനി അതിൻ്റെ മണ്ടത്തരും അതിൻ്റെ ഇതൊന്നും എനിക്കറിയണ്ട. ഞാൻ അതിനെ പറ്റി ആലോചിക്കാത്ത സിദ്ധാന്തങ്ങളും ഉണ്ടാവില്ല. ഇല്ല, കട്ടിയില്ല, ഇല്ലില്ല, അങ്ങനെ തന്നെ പറഞ്ഞോളൂ. എൻ്റെ സെൻസിറ്റീവ്നെസ് എന്നെ ഗ്രൗണ്ടിൽ പിടിച്ചു നിർത്തുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. 10 ദിവസമേ ബാക്കിയുള്ളൂ പറഞ്ഞാൽ നിങ്ങൾ കരഞ്ഞു തീർക്കുകയല്ല, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയായിരിക്കും നിങ്ങളത് ഹാൻഡിൽ ചെയ്യുക. നിങ്ങൾ ഒരു റൂമിലേക്ക് കയറി വരുമ്പോഴാണ് ഇറങ്ങിപ്പോകുമ്പോഴാണ് മറ്റുള്ളവർക്ക് സന്തോഷിക്കുന്നത് നോക്കണം. ക്രൂയിസിൽ ഒരു എക്സ്പീരിയൻസ് ശരിക്കും അവിടെ മാജിക് ആണോ ചെയ്തത് അതോ? അപ്പോഴത്തേക്കിനും ഞാൻ മെന്റലിസ്റ്റിന്റെ ഞാൻ ഇനീഷ്യൽ സമയം അതിന് മുമ്പേ തന്നെ ഞാൻ ഒരിക്കലും മാജിക് ഒരു പ്യൂർ സെൻസ് ഓഫ് ദ വേർഡിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ കാട്ട്. പക്ഷേ അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു എലമെന്റ് അതിൽ ചെയ്യിക്കാൻ. അപ്പോൾ സാധാരണ ഒരു മാജിക് കാണുമ്പോൾ ഇത് വലിയ മഹത്തരം എന്നല്ല പറയുന്നത്, അതിലൊരു ഡിഫറെൻ്റ് ആയിട്ടോ ഇത് എന്തുകൊണ്ട് അവരുടെ അപ്രോച്ചിലും അല്ലെങ്കിൽ അതിൽ മാജിക് മാത്രമല്ല എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നീട് അതൊരു ബോധപൂർവമായ ശ്രമമായിട്ടുണ്ട്. അപ്പോൾ ക്രൂസിലേക്ക് കൺവെല്ലെത്തുന്ന സമയത്തൊക്കെ ഞാൻ ഏകദേശം എൻ്റെ തന്നെ സിഗ്നേച്ചർ എല്ലാത്തിലും ഉണ്ടായിരുന്നു. നിസ്സാര എല്ലാവരും ചെയ്തൊരു മാജിക് ട്രിക്കായിട്ട് ചെയ്യുമ്പോഴും അതിനൊരു ഡെഫിനറ്റ്ലി ഒരു ട്വിസ്റ്റോ ടേണോ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഷിപ്പിൽ മെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇല്ല. അവർ ശരിക്കും ടേബിൾ ആർട്ടിസ്റ്റ് അങ്ങനെയാണ് അതിന് ആദ്യം പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളത് കൺവിൻസ് ചെയ്ത് അവർ ക്രൂസ് ഡയറക്ടറുടെ മൈക്കിലൊക്കെ അത് അവർ അനൗൺസ് ചെയ്യാൻ മെൻ്റലിസ്റ്റ് അത് ഇങ്ങനെ ഷോ ഒക്കെ ഉണ്ടെന്നുള്ള അനൗൺസ് ചെയ്യാൻ അത് ഇവഞ്ച്വലി നേടിയെടുത്തൊരു പേരാണ്. പക്ഷേ ഡെഫിനറ്റ്ലി അത് മാജിക്. ഇപ്പോൾ നമ്മൾ അവിടെ ക്ലബ് 2 എന്ന് പറയുന്ന ഒരു സെഷൻ, ഒരു 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ക്യാമ്പ് കാർണിവൽ. അപ്പോൾ എനിക്ക് എൻ്റെ നൈറ്റ് മെയർ ആണത് ശരിക്കും. അത് അങ്ങനെ പറയാൻ പാടില്ല, കാരണം ചെറിയ കുഞ്ഞു കുട്ടികളില്ലേ, പിഞ്ചു എനിക്കാണെങ്കിൽ അവരെ കയ്യിലെടുക്കാൻ ഒന്ന് ഭയങ്കര പെട്ടെന്ന് സിങ്കാവും. എന്തെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുടെ കൂടെ കളിക്കാൻ. അതിനേക്കാളും ഹാപ്പിനെസ് എന്താണ്. പക്ഷെ പ്രശ്നം വെച്ചാൽ അവർക്ക് മാജിക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല. കാരണം എൻ്റെ ടൈപ്പ് മാജിക് അവർക്ക് പറ്റില്ല എന്നാണ് ഇപ്പോൾ വിചാരിക്കുക. അങ്ങനെ ഒന്നും പറ്റില്ല. അവർക്ക് ഈ ചെറിയ പൂക്കളുടെ കളർ മാറുന്ന പോലത്തെ മാജിക്കുകളൊക്കെ കാണിക്കാനാണ് രസം. അത് വളരെ എളുപ്പം നമുക്ക് തോന്നും. പക്ഷെ കുട്ടികളെ അറ്റൻഷൻ ഇങ്ങനെ പിടിച്ചിരുത്തുക അത് ഭയങ്കര, അതിന് വേറെ തന്നെ പഠിക്കണം. അപ്പം എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര പേടിയായി. എനിക്ക് ചമ്മലൊക്കെ അമ്മി നടക്കടക്കുന്നത് വന്ന് അപ്പോൾ ആൾ ഇരിക്കുന്നത് കണ്ണ് പൂട്ടിയിട്ട് പോയപ്പോൾ അങ്ങനെ ഒന്നും പറ്റില്ല. അതിന് വേറെ തന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അപ്പം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള മാജിക്കുകളെ കാണിക്കാൻ പറ്റുള്ളൂ. അല്ല കുറേ ഒരു ഹൊറർ ഷെയ്ഡൊന്നും അവിടെ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് കേസാവും. അല്ല അപ്പം നമ്മൾ പറഞ്ഞ മാജിക്കായിട്ട് തന്നെ പ്യൂർ മാജിക്കായിട്ട് തന്നെ നമ്മൾ എല്ലാ ടൈപ്പ് മാജിക്കും കൈവച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഞാൻ ഈ സ്റ്റേജിലെ ഇല്യൂഷൻ ഇല്ലേ, ഇല്യൂഷൻ ചെയ്യുന്ന അല്ല തോന്നിപ്പിക്കുന്നത് അതിൻ്റെ ലിറ്ററൽ മീനിങ്. പക്ഷെ സ്റ്റേജിലെ ഒരു ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് ലാക്ക് ഓഫ് നോളജ് എന്നുള്ള ഇല്യൂഷൻ മീനിങ്ങിലല്ല. അത് ഈ വലിയ ബോക്സുകളും അതിൻ്റെ ഒരു പ്ലേയിങ് ബിഗ് ലാർജർ ദാനിലെ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടില്ലേ, പുലിയാവുന്നതും അങ്ങനെ ഞാൻ ഒരിക്കലും ഇല്യൂഷൻസ് ആയിട്ട് ടച്ച് ചെയ്തിട്ടില്ല. അത് തൊട്ടിട്ടേ ഇല്ല. കാർഡ് മാജിക് അത് ഞാൻ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ക്ലോസപ്പ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു സെഗ്മെന്റ് ഉണ്ട്. അത് കൂടുതൽ ഇപ്പം ഒരു അവാർഡ് ഒരു നൈറ്റ്, അപ്പം അതിൽ കാർപ്പറ്റൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ വലിയ ഐസ്റ്റേക്കിലൊക്കെ അവിടെ ആയിരിക്കും അങ്ങനെ ഹയർ ചെയ്യുന്നുണ്ടാവും. അവരുടെ ഇടയിൽ ഒരാളെ അതൊരു രസമുള്ള പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്ക് അറൗണ്ട് എന്നാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് മാജിക് ഉണ്ട്, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അത് അവരൊക്കെ കണ്ടിട്ടില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രശ്നം, എനിക്കത് ഭയങ്കര വിഷമം. അത് ഞാനത് അവരുടെ പ്രൈവറ്റ് സ്പേസ് നമ്മൾ പോയി ഇൻവൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കുറേ സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് മാജിക് അതിൽ മെന്റൽ മാജിക്, അത് മെന്റലിസ്റ്റിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. പിന്നെ കാർഡിഷ്യൻസ് അല്ലെങ്കിൽ ഇത് കണ്ടിട്ടില്ല, ഇങ്ങനെ ഈ കാർഡ്സ് അല്ലെങ്കിൽ മെനിപ്പുലേഷൻ, അതിനാണ് അത് പറയുന്നത്. കണ്ടിട്ടില്ല, ഡൗ മെനിപ്പുലേഷൻ, ഡൗ ആർട്ട് ഉണ്ട്. അപ്പം പ്രാവിനെ വെച്ചിട്ടിരിക്കും, ഒരു അംബ്രല്ല വെച്ചിട്ട് അങ്ങനെ കുറേ വിഭാഗമുണ്ട്. കോമ്പറ്റീഷനൊക്കെ ഇത് പലപ്പോഴും സെപ്പറേറ്റ് വിഭാഗമാണ്. നമ്മുടെ ഇടയിലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് അത് പിന്നെ ഒന്നിലേക്ക് മാറാൻ ഡിവേറ്റ് ചെയ്യാൻ ഒന്നും സമയം കിട്ടില്ല. ഇത് തന്നെ എനിക്കല്ല. പക്ഷെ ഇപ്പോഴും ബാക്കിയെല്ലാം കാണാനും. പിന്നെ ഈ ലൈബ്രറി ഓഫ് ഹാപ്പിനെസ് എങ്ങനെ പോകുന്നു? അതൊക്കെ അവിടെ ഉണ്ടല്ലേ. അയ്യോ, എനിക്ക് ഭയങ്കര വിഷമാണ്. വ്യൂവേഴ്സിന് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കാണാറുണ്ടോ? ഉണ്ട്. അപ്പൊ എനിക്ക് സങ്കടമാവും. ഞാൻ അത് ഒരു ഫാൾസ് പ്രോമിസിലേക്ക് കൊണ്ടെത്തിച്ച പോലെ എനിക്ക് വിഷമം. ആൾക്കാർ ഒരുപാട് ഫോളോ ചെയ്യുന്നവരും താങ്കൾ പറയുന്ന അനുസരിച്ച് ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാവുന്നവരും ഉണ്ട്. അല്ല അതുകൊണ്ടാണ് അത് ഞാനത്
എനിക്കത് ഇത് ഡിലീറ്റ് ചെയ്യാനൊക്കെ തോന്നിയ സമയമുണ്ട്. അത് ഈ പറയുന്ന പോലെ ചില ആ സമയത്ത് ഞാൻ വിചാരിക്കും അതൊന്നും വേണ്ട എന്താണിപ്പോൾ. പക്ഷേ ഇപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയും ഇടക്ക്, അല്ലെങ്കിൽ ഒരു എപ്പോഴും ഇടക്കല്ല ഡെയിലി ആരെങ്കിലുമൊക്കെ ഒരു 3-4 പേര് എഴുതുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ, അവരത് എങ്ങനെ സ്വാധീനിച്ചു എന്ന് നേരിട്ട് കാണുമ്പോൾ പറയും. അപ്പോൾ വിചാരിക്കും അയ്യോ ഞാൻ എന്ത് ദ്രോഹം ചെയ്യുന്നത്, അത് കുറേ കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിലിരിക്കണമെന്ന്. പക്ഷെ അങ്ങനെ പറ്റുന്നില്ലെന്ന് ഞാനൊരിക്കലും ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു യൂട്യൂബ് സ്പേസിൽ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഇരുന്നിട്ട് ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ നിങ്ങൾ അന്ന് നേരത്തെ പറയുമ്പോൾ അത് വലിയ ബഹുമതിയൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അതിനൊന്നും യോജിച്ച ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് അങ്ങനെ പിന്നെ ഒരു ഫോളോ ചെയ്യേണ്ട വലിയ മൂല്യമുള്ള ഒരു ഐഡിയൽ ആളായിട്ടൊന്നും എനിക്ക് എന്നെ തോന്നിയിട്ടില്ല. ഞാൻ കുറച്ച് അബ്നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ചിന്തിക്കാനെല്ലാം ഇഷ്ടമുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരുത്തരാണ്. അല്ല ഞാനത് പറയുന്നതൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണ്, എൻ്റെ ആശയങ്ങൾ തന്നെയാണ്, അറിയാത്ത അനുഭവിക്കാത്തൊന്നും ഞാൻ അതിൽ പറയുന്നില്ല. അങ്ങനെ തന്നെ അത് ഞാൻ പറയുന്ന ആ പുസ്തകം ഒന്ന് എഴുതി തീർക്കണമെന്നുണ്ട്. അതായിരിക്കും എനിക്ക് ആ ചാനൽ നോക്കുന്നവരോട് ഞാൻ ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അത് പുസ്തകത്തിലെ പല ചാപ്റ്റർ, 16ഓളം ചാപ്റ്റർ, അതിലുള്ളൊരു 14-15 ചാപ്റ്റേഴ്സ് ഓൾറെഡി പുസ്തകത്തിൻ്റെ പേജിലുള്ളതാണ്. അതിൽ 6ഓളം കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യാം. അതൊന്ന് ചെയ്ത് കിട്ടിയാലേ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അവർക്ക് ഒരു കൺക്ലൂഷൻ, അതിൽ പറഞ്ഞ ആശയങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം അത് റൗണ്ട് അപ്പ് ചെയ്ത് ഇത് എല്ലാ ഡോട്ട്സും കണക്ട് ചെയ്തിട്ടില്ല. അത് ആ പുസ്തകം റിലീസ് ചെയ്തിട്ട് ചിലത് കളയുന്നില്ല എന്തായാലും ഇപ്പം. അത് പറ്റുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ചാനൽ മെന്റലിസ്റ്റ് ആദ്യ പിന്നെ ഒരു മൂഡ് സിങ്സ് ഒരുപാട് അല്ല അത് നിങ്ങൾ ഡ്വെൽ ചെയ്യണ്ട, അത് എന്റെ ഭാഗമാണ്. ഇതെല്ലാം കൂടി ചിലപ്പോഴെങ്കിലും ബാധിക്കുന്നുണ്ടോ ഇതെല്ലാം? ഞാൻ അതിപ്പോ ഈ തിരക്കുണ്ട് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും തിരക്കാന്നെന്ന് പറയുന്നത് നിർത്തി എപ്പോഴാണെന്നറിയോ? സോറി, ഇങ്ങനെ ചുറ്റുവളഞ്ഞ ആൻസറിലേക്ക് വരുന്ന സ്വഭാവം എനിക്കുണ്ട്. ഈ പിന്നെ റിങ്ങിന്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവല്ലോ ചാനലിൽ ചിലപ്പോൾ. അല്ല ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ട്, അത് പോസ്റ്റർ. അപ്പൊ അതും കണ്ടിട്ടുണ്ട്, വലിയ സന്തോഷം. കാണാത്തതിന് ഞാൻ പറയുന്നില്ല. ഒരു കയ്യിലിങ്ങനെ റിങ് വെച്ചിട്ട് അത് റെഡ് ആണ്, ഇതേ റിങ് ആണ്. അപ്പൊ അത് ഒരു റിങ് മാനിപ്പുലേഷൻ. അപ്പൊ ഞാനതൊരിക്കൽ ലാലേട്ടനെ കാണിക്കുമായിരുന്നു. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് കരവാനിലാണ് നമ്മളിരിക്കുന്നത്. നമ്മളിങ്ങനെ സംസാരിച്ചു, പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പം ഞാൻ അതുപോലെ 3-4 കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ അത് ഭയങ്കര ചാർജാണ്, നമുക്കറിയാം അദ്ദേഹം ഇങ്ങനെ കുട്ടികളെ പോലെ. അപ്പം ഞാൻ പറഞ്ഞു അതിനോട് മോനെ എനിക്കിത് പഠിച്ചാൽ കൊള്ളാം. ഞാനും പഠിക്കാം, പക്ഷെ ചേട്ടാ ഒരുപാട് സമയം എടുക്കും. അദ്ദേഹം ആ ഐഡിയ തന്നെയാണ് പ്രൈസ് ചെയ്യുന്നത്. അതിൽ അതിൻ്റെ ട്രിക്കൊന്നുമില്ല, ഇതിൽ പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. അതിൻ്റെ ഡെഡിക്കേഷൻ നന്നായിട്ടുണ്ടല്ലോ. എന്നാലും ഞാൻ പറഞ്ഞു ചേട്ടാ നല്ലോണം സമയം വേണ്ടി വരും. അതിനെന്താ, എനിക്കിഷ്ടം പോലെ സമയമില്ലേ. നമുക്കിപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് അടുത്ത് സെറ്റ് ആവുന്ന നേരം നമ്മൾ ഇവിടെ ചിലപ്പോൾ ക്യാരവാനിലിരിക്കും, അവിടെ ഇരിക്കും. എത്ര സമയമാണ് എനിക്ക്. എൻ്റെ പിടി കിട്ടുമോ? ഞാൻ വീട്ടിൽ പോയിട്ടല്ലേ ആരെന്തായി പറയുന്നത്. അദ്ദേഹം അദ്ദേഹത്തിനെ പോലെ തിരക്കുള്ള അല്ലേ ഉണ്ട് നമ്മൾ പറയുന്ന ഒരാൾ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ അഹങ്കാരമൊക്കെ ഇങ്ങനെ ഇതായിപ്പോയി, ക്രിഞ്ചായിപ്പോയി. കാരണം നമ്മൾ വെച്ചാൽ ആൾക്കാരാണ്. പിന്നെ ആരോടെങ്കിലും തിരക്കാണ് സമയമില്ല എന്ന് പറയാൻ എനിക്ക് മടിയുണ്ട്. അപ്പോൾ ഒരു മെന്റലിസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പം ചെയ്യുന്ന ഒരു ലോകോത്തരമായിട്ട് ഏറ്റവും മഹത്തരായ ഉന്നതിക്കുള്ള സംഭവിച്ചൊന്നല്ലല്ലോ. ഞാനത് പിന്നെ ആ സമയത്ത് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നു, എല്ലാം ഉണ്ട്, സമയമുണ്ട്. അപ്പോൾ പ്രയോറിറ്റി തന്നെയാണ്. ചാനലിൽ പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുകൂടാ. അത് വലിയ തെറ്റാണ്. എനിക്കത് വലിയ പ്രയോറിറ്റി. പുസ്തകം എന്താണോ അത് തന്നെയാണ് എനിക്ക്. അതിൽ ഓരോരുത്തരോടും എനിക്ക് ആത്മാർത്ഥ സ്നേഹമുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഇൻഡയറക്റ്റ്ലിയോ ഡയറക്റ്റ്ലിയോ നമ്മൾ കുറച്ച് ഉപദേശം പോലെയല്ലേ, അതും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഉപദേശങ്ങൾ പോലെയല്ലേ ചെയ്യുന്നത്. അല്ല എന്നാലും ഒരാൾ നടന്നുപോയ അനുഭവങ്ങൾ പോലെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിലും പിന്നെ ചില ശരി തെറ്റുകളൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നില്ലേ, നമ്മൾ ജഡ്ജ് ചെയ്യലൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ആയാൽ നല്ലതായിരിക്കും അങ്ങനെ പറയലില്ലേ. അതിന് കുറേ പിന്നെ പീസ് ഓഫ് മൈൻഡും നല്ല പിന്നെ അക്ഷരങ്ങളൊക്കെ ആവശ്യമുണ്ട്. അത് നമ്മൾ പറയാൻ ഫിറ്റല്ല എന്ന് തോന്നുന്ന, നമ്മളെ ഡൗട്ട് ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. ബെറ്റർ മിണ്ടാതിരിക്കുന്നതായിരിക്കും. എപ്പോഴും ഒരാൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ചീസ് ഉണ്ടാക്കുന്ന ഫാക്ടറി അത് ഏത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ മനസ്സിന് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പം ചെയ്താലും അതിൽ നല്ല വീഡിയോസ് ഉണ്ടാവും. അത് ഏത് പിന്നെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയത്ത് നിന്നാലും അതുണ്ടാവും. പക്ഷേ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ അത് ഇപ്പോൾ പല വീഡിയോയും കാണുമ്പോൾ എനിക്ക് ആശയങ്ങൾ ഇതുവരെ ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ അത് എത്ര നന്നാക്കിയിട്ട് ചെയ്യായിരുന്നു. ഞാൻ ഈ ഹറി ഫറി ആയിട്ട് ഇങ്ങനെ ആ ഒരു സമയത്തൊക്കെ ഓട്ടത്തിൻ്റെ ഇടയിലൊക്കെ അപ്പം തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത്
പറഞ്ഞു വരുമ്പോ നോട്ട് പ്രിപ്പയർ പക്ഷെ ചെയ്ത പല കോഡ്സ് ഒക്കെ ഭയങ്കര ടച്ചിങ് അതൊക്കെ ഞാൻ പറയുന്നത് അതിനേക്കാൾ എത്രയോ മനോഹരമാക്കായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് പല വീഡിയോ എനിക്ക് പിന്നെയും കാണാൻ പറ്റില്ല. എപ്പോഴും ഇത് എത്രത്തോളം ഹെൽപ്പായി ഓരോരുത്തർ ഓരോ വീഡിയോനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴേ ഞാൻ വിചാരിക്കും ഞാൻ അതിനെക്കൂടി കുറെ കൂടി ആത്മാർത്ഥമായിട്ടുള്ള സമീപനം നടത്തണ്ടേ. ഉണ്ടായിട്ടില്ല എന്നല്ല, ഇതിലും എത്രയോ നന്നാക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ എനിക്കതൊരു ഞാൻ ഇപ്പം അതിൽ നോക്കിയാൽ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു അറിയില്ല, അതിലൊരു 15-20ഓളം വീഡിയോ ഇപ്പം ഇല്ല. ആഹാ, ഞാനത് കാണാണ്ടാക്കി. അല്ല അത് പിന്നെ കുറച്ചുകൂടെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്തുകൂടായിരുന്നോ? പബ്ലിഷ് ചെയ്ത വീഡിയോ ഇനി മോഡിഫൈ ചെയ്യാൻ പറ്റുമോ? ഓ, ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാനാ? അതല്ല, അതെ നോക്കൂ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇല്ല എക്സാക്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു പീരീഡില് ഞാൻ എഴുതിയാലോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്താലോ എന്ന് വിചാരിച്ചാൽ പല ആശയങ്ങളും ഞാൻ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചോളൂ. ഞാനും ഇപ്പം ലോകത്തിനെ ഞാൻ ആദ്യം യാത്ര ചെയ്യുന്നുണ്ട്, ഞാൻ ആളുകളെ കാണുന്നുണ്ട്, ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, ആ സമയം കൊണ്ട് പുതിയ അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ട്. ഇൻ ദ സെൻസ് അത് സാഹിത്യമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതെല്ലാം ഇനി പറയുമ്പോൾ എനിക്ക് കുറച്ച് ബെനിഫിറ്റ് ആയിരിക്കുമല്ലേ? അപ്പോൾ കേൾക്കുമ്പോൾ നല്ല കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കേൾക്കാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഐ എം റിയലി ഫോക്കസ്ഡ് നൗ. ഇപ്പം പിന്നെ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇതിനൊന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല. മറ്റുള്ളവരൊക്കെ ഒരു നന്മ ചെയ്യുമ്പം തീർച്ചയായിട്ടും അത് നല്ലതാണ്, നല്ല റിസൾട്ട്. മെന്റലിസ്റ്റ് ആദിയുടെ മെന്റലിസം എന്നതിനുപരിയായിട്ട് താങ്കളുടെ ആ ഒരു വാക്കുകളുടെ ഒരു സുഗന്ധം, അത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആകർഷിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് തരുന്ന ഒരു നമ്മുടെ ബ്രെയിന് നൽകുന്ന ഒരു ഊർജ്ജമുണ്ട്. അത് കുറച്ചും കൂടി നന്നായിട്ട് കൊണ്ടുവരണമെന്നും പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുവൈറ്റിൽ ഞങ്ങളുടെ മൈൻഡ് ടോക്ക് എന്ന പ്രോഗ്രാമിലും താങ്കളുടെ സാന്നിധ്യം ഉണ്ടായി. വളരെ പ്രശസ്തനും ടൈം വളരെ കുറവായ താങ്കൾ ഇത്രയും നേരം ഇല്ലല്ല സമയമില്ലാത്ത ഒരാളല്ലേ? അതല്ല, അത് അങ്ങനെ പറയുമ്പോൾ എന്തൊരു ഭയങ്കര ഔപചാരികത തോന്നുന്നു. ഇല്ല, വളരെ പ്രശസ്തനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം വളരെ നന്നായിട്ട് സംസാരിച്ചു. ഫ്യൂച്ചർ പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. താങ്കൾക്ക് ഒരു ഡ്രീം പ്രോജക്റ്റ് എന്താണ്? നിങ്ങൾ ഇനിയും എന്നെ ആദ്യമായിട്ടാന്ന് വിളിച്ചിട്ടെങ്കിലാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ആദ്യമായിട്ടെ അങ്ങനെയല്ല, ബ്രദർ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്താൽ സാറ് ശരിയാവില്ല. ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞാല് എനിക്ക് നമ്മളിപ്പം വഴിയിൽ നിന്നൊക്കെ ആരെങ്കിലും കാണാൻ വരുമ്പോൾ ചോദ്യത്തിന്റെ തുടക്കത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പം പരിചയപ്പെടാൻ അല്ലെങ്കിൽ അറിയാമെന്ന് പറഞ്ഞു വരുമ്പം ഷോ കണ്ടിട്ട് അറിയുന്നതിനേക്കാളും എനിക്ക് സന്തോഷം ഇങ്ങനെ ഇതില് ആശയങ്ങൾ കേട്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലാണ്. അപ്പം അത് ശരിക്കും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഷോയിലും മൂല്യമുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത് ആ ഇഷ്ടം നല്ല തന്നെ. ഇനി ഷോയും കാണും, അപ്പൊ രണ്ടിഷ്ടായി. അത് വേറെ ഇഷ്ടം. മറ്റൊരാശ്വാസക്കാരവന് അല്ല, ഒരു കവിത ചൊല്ലി അവസാനിപ്പിക്കും. ഇഷ്ടമുള്ള 2 വരി പറഞ്ഞു. നിങ്ങളിങ്ങനെ എന്നെ ഭയങ്കര അല്ലെങ്കിലേ എനിക്ക് നാടൻ അങ്ങനെ ഞാൻ കവിത ഇഷ്ടല്ലേ ആണ് നിങ്ങളെ. പക്ഷെ ചോദ്യം മറന്നുപോയോ? നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം പ്രോജക്റ്റ് എന്താണെന്നാണ് എന്റെ. അതാണ് ആദ്യമായിട്ട് ഡ്രീം പ്രോജക്റ്റ് എന്താണ്? എക്സലന്റ്, നല്ല ചോദ്യം. നല്ല 2 പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് ചോദിച്ചു. ഇപ്പൊ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്ന ഒരു പൂർണ്ണതയിൽ അല്ലെങ്കിൽ അതിനോട് അടുത്ത് ചെയ്യാൻ പറ്റുന്ന അതാണ് ഇപ്പോഴത്തെ ഡ്രീം പ്രൊജക്റ്റ് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മെന്റലിസം ഒന്നല്ല, നമ്മുടെ കണക്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിട്ട്? വെറുതെ തലയാട്ടുന്നത് എന്തപ്പാ നിങ്ങൾ കണക്ട് ചെയ്യുന്നു. ഇതാ മറ്റേ കട്ട് ചെയ്താലുണ്ടല്ലോ അതെന്താ അറിയാം, എല്ലാവർക്കും പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. പലരും ഇല്ല കട്ട് ചെയ്യാൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിങ്ങളെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഔപചാരികമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആദ്യ സാറിന്റെ അതിനേക്കാളും ജനങ്ങൾ ഇഷ്ടമാണ്. ഞാൻ ആത്മാർത്ഥ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളല്ലേ, ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് ഇത് കട്ട് ചെയ്താതെ ഇട്ട് നോക്കിക്കോ. ഈ നിങ്ങളെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെ ഒരു സൈക്കോളജിസ്റ്റ് ആയാലും ഏത് ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴായാലും നമ്മുടെ ഒരു കോർ സംഭവം കാണാനുണ്ട് അവര്. അല്ലെങ്കിൽ നിങ്ങളൊരു മെഷീൻ പോലെ ആ കാര്യമില്ല, ഒരു മെഷീൻ ടീം സാധാരണ ഉണ്ടാക്കുന്ന ടീം പോലെ വ്യത്യാസം ഉണ്ട് അതിന്. ഇതിലൊരു ഹൃദയത്തോണ്ടുള്ള ഒരു ഒപ്പുണ്ടാവും, ഒരു സംസാരം ഉണ്ടാവും, ഈ ചിരി, ഇതെല്ലാം രസമുണ്ട്. നിങ്ങൾ ചമ്മുന്നതും ചമ്മിപ്പിക്കുന്നതും എല്ലാം കാണാൻ ജനങ്ങൾക്ക് ഇഷ്ടമാവും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേട്ട് നോക്കിക്കോ, നിങ്ങളുടെ ഓഡിയൻസ് ഇതിന്റെ കമന്റിൽ എന്താ പറയുന്നത് നോക്ക്. ഇനി നിങ്ങൾ ഈ അപ്രോച്ചാന്ന് എടുക്കുമ്പോൾ
മറ്റതിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു കർമ്മോത്സുകത എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതുണ്ട്. അത് വളരെ നല്ലതാണ്. ആ പ്രൊഫഷണലിസം നിങ്ങളുടെ ചിട്ടയിൽ എല്ലാം നല്ലത് തന്നെ. അതിൻ്റെ കൂടെ നിങ്ങൾ എന്താണെന്ന് കൂടെ കാണിച്ചു തുടങ്ങുമ്പോൾ ഇതായിരിക്കും എനിക്ക് നിങ്ങൾക്ക് ഇന്ന് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇതിനെപ്പറ്റി അഡ്വൈസ് ചെയ്യാൻ എനിക്ക് അറിയാമെന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പം ഇനി തിരിച്ചു വരാം. കണക്ട് എന്ന് പറയുന്നത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളെയും പാരൻസിനെയും ടീച്ചേഴ്സിനെയും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന അതൊരു വലിയൊരു വിഷനറി ഒരു പ്രൊജക്റ്റാണ്. എനിക്കൊന്ന് വലിയൊരു അക്കാദമിക് ഇവൻ്റാണ്. ഇനീഷ്യലി ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ ആശയം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഡ്രീം പ്രൊജക്റ്റ്. പക്ഷെ അതിന് ഒരുപാട് സമയവും പിന്നെ വർക്കും റിസർച്ചും കുറേയൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇത് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇങ്ങനെ പതിഞ്ഞെടുത്തു. അപ്പം BMF എന്നാണ് അവരുടെ കമ്പനിയുടെ പേര്. ബെയ്ലി, മിഥുൻ, ബൈജോട്ട്, എൻ്റെ 3 അടുത്ത സുഹൃത്തുക്കളാണ്. അവർ ഇങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് മുമ്പിൽ വന്നിരുന്നു. ഞാനും രാജമൂർത്തി എൻ്റെ സുഹൃത്തും കൂടി അവരുടെ കീഴിൽ കുറേ അക്കാദമി ഉണ്ട്. അപ്പോൾ അവിടെ അവർ ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു 2 മണിക്കൂറിലൊരു സെഷൻ ഞാനും രാജസ്ഥലം കൂടി ചെയ്യാൻ പറ്റുമെന്ന് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ രണ്ടും ചോദിച്ചു. ആ ആശയം പെട്ടെന്ന് വലുതായി. നമുക്ക് നിലത്തുനിന്നിട്ടില്ല ചിന്തിക്കാൻ അന്ന് കുറച്ച് മടിയുണ്ടായിരുന്നു. അത് പിന്നെ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ലോഞ്ച് ചെയ്യാൻ, അതിൻ്റെ സെമി ലോഞ്ചൊക്കെ കഴിഞ്ഞതാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് റിലീസിൻ്റെ സമയത്താണ് അന്ന് ആദ്യം പ്രളയം വരുന്നത്. അതിനേക്കാളും വലുതെന്ത് വരാനിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല. അതേ ഉള്ളൂ. പ്രളയം തന്നെ വന്നു, ദ്രോഹം. രണ്ടാമത് പിന്നെ നമ്മുടെ സ്കൂളിൽ ആ സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ വന്നുകൊണ്ട് കുറച്ച് മാറ്റേണ്ടി വന്നു. പിന്നെ അഗെയിൻ കോവിഡ് വന്നു. എല്ലാം കൂടി അത് നല്ലോണം നീണ്ടുപോയി. അത് ഒരു കണക്കിന് നന്നായി. അന്നത്തെ ആശയത്തിനേക്കാളും വളരെ വളരെ 10-fold നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു ആശയത്തിലേക്കുള്ള ഒരു ചിന്ത ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡ്രീം പ്രൊജക്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര നാൾ ഞാൻ ഈ തിയേറ്ററിൽ ഷോ ചെയ്യുന്നൊന്നും എനിക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ നാളെ നിൽക്കാം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു സമയമുണ്ട് അതിനുള്ള എനിക്ക് ഒരു ഷോയും കൂടി പ്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളുന്നുണ്ട്. അല്ല, മെന്റലിസം അത് ആ ചോദ്യം ഞാൻ അബ്സർവ് ആയിട്ട് അനുസരിച്ച് നിർത്തിയോണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഇപ്പം പറയാം. അത് ആലോചിക്കാവുന്ന മോട്ടിവേഷൻ ആണോ മെന്റലിസം ആണോ? കണക്റ്റില് മെന്റലിസമേ ഇല്ല, മെന്റലിസ്റ്റ് ആദ്യം ഇല്ല. അതാണ് ഞാൻ അവിടെ ആദ്യം എന്നുള്ള ഒരു ഒപ്പിടാൻ പറ്റുവാണെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ ആക്ച്വലി. അതിൽ എൻ്റെ ഷോ സൈസ് ഈഗോന്റെ ഷോ ഓഫ് കാണിക്കാൻ, സൈസ് ഷോ ഓഫ് കാണിക്കാൻ പറ്റുന്നതൊന്നും. പക്ഷെ താങ്കൾക്ക് അതിൽ വളരെ വിജയിക്കാൻ പറ്റും. കാരണം അത്രയും ഒരു റീഡിംഗ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ കിടക്കുന്നത് ജനങ്ങളിലേക്ക് എത്തണമല്ലോ. അതെ, അതിൽ ഇപ്പൊ ഞാൻ പറയുന്ന ആ ആശയം ഇപ്പൊ നമ്മളൊരു ഇതിൽ പറഞ്ഞു കൊടുത്താല് വേറെയും പലർക്കും അത് അതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. പക്ഷെ ആ സിനിമ എൻ്റെ കണ്ണിലൂടെ എനിക്കല്ലേ കാണാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ആ ഒരു രീതിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇനീഷ്യലി അതിൽ ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ ഒരു ഹോസ്റ്റ് പോലെ എൻ്റെ നമ്മൾ ഈ ഐഡിയ ലേഔട്ട് ചെയ്ത് കറക്റ്റ് ഒരു ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ എന്നെക്കാളും സംഘടനാ പാടുപോലുള്ള ആൾക്കാർ, നേരത്തെ പറഞ്ഞ ബെയിലി, അവരൊക്കെ വളരെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അതിൽ ഓരോരുത്തരും. പക്ഷെ ഞാൻ പറയുന്നത് അത് കറക്റ്റായിട്ടൊരു ടീമിന് ലേഔട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്താൽ മതിയായിരിക്കും. എൻ്റെ ആവശ്യം പോലും അതിലില്ല. അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് വലിയതായി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. എൻ്റെ ഡ്രീം പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് അതേ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ എനിക്കൊരു 4-5 പുസ്തകങ്ങൾ എഴുതിയാൽ കൊള്ളുന്നത്, അതിങ്ങനെ എണ്ണം വെച്ചിട്ടല്ല, അവിടെ ഇവിടെയും കിടക്കുന്ന കുറച്ച് ആശയങ്ങളൊന്ന് കുറിച്ച് വെച്ചാൽ കൊള്ളുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളൊരു കോട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടമുള്ള ഒരു നല്ലൊരു കോട്ട് എൻ്റെ കുറച്ചുണ്ട്, ആ പുസ്തകത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ചാനലിലുണ്ട്, അത് പറയണ്ട. ഞാൻ എൻ്റെ ഷോയിൽ പറയുന്ന ഒരു കോട്ട്, നമ്മൾ മാർക്ക് ട്വെയിനിൻ്റെ ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഐ വിൽ നെവർ ലെറ്റ് മൈ സ്കൂളിംഗ് ഇന്റർഫിയർ വിത്ത് മൈ എഡ്യൂക്കേഷൻ. മലയാളത്തിലൂടെ പറഞ്ഞു കൊടുത്തോ? അങ്ങനെ പറയാം. അത് ഞാൻ വരുമായിരുന്നു, അപ്പോഴത്തേക്ക് നിങ്ങൾ ഇടയിൽ കയറിയോണ്ടല്ലേ. എൻ്റെ വിദ്യാലയ ജീവിതം എൻ്റെ പഠനത്തിന് തടസ്സപ്പെടുത്താൻ വേണ്ടി ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. സ്കൂളിലൊക്കെ പോവില്ലേ, അപ്പോൾ ആ പോകുന്ന ആ ഒരു എൻ്റെ ഒരു ഐഡിയ കാലഘട്ടം, അത് എൻ്റെ പഠിത്തത്തിനെ തടസ്സപ്പെടുത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയാം. ഉള്ളിൽ അർത്ഥമുണ്ട്, ചെറുപ്പത്തിൽ പറയുന്ന പോലെ. അതെ, അത് പിന്നെ ആലോചിക്കും തോറും കൂടുതൽ ഡെപ്ത് കിട്ടുന്ന പോലെ. അപ്പം അവിടെ കൊണ്ട് മാത്രം പഠിത്തം തീർന്നു, പഠിത്തത്തിൻ്റെ എല്ലാം കോറാടുന്നെന്ന് ഇപ്പോഴത്തെ ജനറേഷനും അവരൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവിടെ മാത്രമല്ല ഒതുങ്ങുന്നതെന്ന്, അതും വായിക്കുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യും, ആ ഒരു ആശയത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ അത് ഷോയിൽ ഉപയോഗിക്കേണ്ട ഈ കോട്ട്, അതൊന്ന് കാണുമ്പോൾ മനസ്സിലാവും.
തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഞാൻ വായിക്കുന്നതാണോ? വളരെ ഒരു നല്ല ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. എഴുതിയ ബുക്ക് ഉണ്ടോ കയ്യില്? അവസാനം എന്താ വായിക്കുന്നത്? വായിക്കുക, അത് തന്നെയല്ലേ മീനി, മനസ്സിലാക്കുക ജീവിതം. അല്ല ഞാൻ അതാണ് എന്റെ ജീവിതം. ആളുകളെ വായിക്കണം, പുസ്തകം വായിക്കണം, നല്ല രസമാണ്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതേ ഇല്ല. ഐ ആം വെരി ഹാപ്പി ടു ബി വിത്ത് യു. വെരി ഹാപ്പി ആയിട്ടുണ്ട്. വളരെ നല്ല ഇന്റർവ്യൂ. ഇത്ര സിമ്പിൾ മനുഷ്യനാണല്ലേ. ഇങ്ങനെ സിമ്പിൾ ആവാനും അറിയാം. നിങ്ങൾ വൈകുന്നേരം ഷോന് വായോ? എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും, ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ശരി.